നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും പുതുവത്സര ആശംസകൾ. പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഡിസംബർ 31 വർഷം സമാപിക്കുന്നു. വീണ്ടും ജനുവരി 1 മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം. 2025 ഡിസംബർ 31 വളരെ പെട്ടെന്ന് കഴിഞ്ഞു. 26 ജനുവരി 1 നാളെ മുതൽ ആരംഭിക്കും. നാം കേരളീയർ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിന്. പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമാണ്. മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും. മേടം 1 നമുക്ക് മേടം 1 വിഷുവാണ്. അതും ഒരു വലിയ ആരംഭമാണ്. വിഷുവർഷമാണ് നാം വാർഷിക ഫലം പറയാറുള്ളത്. ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ 1/1/2026 ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം, ശുഭനക്ഷത്രമാണ്, ശുഭതിഥിയാണ്. അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? അയാൾ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു: ആരോഗ്യം, അഖിലാഭീഷ്ട കാര്യസിദ്ധി, ധാര, ആത്മജാതിഭിർ ഹർഷഃ, ഭാഗ്യമിത്യുദിതം ബുധൈഹി. പണ്ഡിതന്മാർ ഭാഗ്യമെന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു: ആരോഗ്യം, ഹെൽത്ത് ഉണ്ടാവുക, അഖിലാഭീഷ്ട കാര്യസിദ്ധി, താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, ധാര, ആത്മജാതിഭിഹി ഹർഷഃ, തൻ്റെ ഭാര്യ, സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം. ഇതാണ് ഭാഗ്യം. അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമാത്രമല്ല, അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു. അന്യായമായി വെട്ടിപ്പിടിക്കുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്: അന്യായേന ആർജിതം ധനം തന്യായേന വിനശ്യതി. അല്ലയോ, അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും. പ്രാപ്തേതു ഷോഡശേ വർഷേ സമൂലം തദ് വിനശ്യതി. അങ്ങനെ ധനം നശിക്കും. നശിച്ചില്ലെങ്കിൽ 16ാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. അപ്രകാരമാണ് അന്യായമായി പിടിച്ചു പറിച്ചുണ്ടാക്കിയ സ്വത്തുവകകൾ MLA മാർ, MP മാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു. അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു. എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട്. ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ്. 1201 ധനു 17 മുതൽ 23 തീയതി വരെയുള്ള 1/1/2026 മുതൽ 7/1/2026 വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ്. ഇടവത്തിൽ ചന്ദ്രനുണ്ട്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, ധനുവിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ. പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ശനിയുണ്ട്. 7 ശനിയാണ്. 4 വ്യാഴം, അതും 4ാം ഭാവത്തിൽ വ്യാഴം അത്ര ഒരു ശുഭമല്ല. 3 ചന്ദ്രനുണ്ട്. പിന്നീട് 6 കേതു, 10ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, എല്ലാ ഗ്രഹങ്ങളും. 12 രാഹു. ഇവിടെ നാം ചിന്തിക്കേണ്ടത് മീനൻ രാശിക്കാർക്ക് ഒരു 7 ശനിക്കാലമാണ്. എപ്പോഴും പ്രാർത്ഥനയിൽ എല്ലാ ശനിയാഴ്ചയും ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്യുക. ഓം ശം ശനീശ്വരായ നമഃ ഏറ്റവും ശക്തമായ മന്ത്രമാണ്. ആ മന്ത്രം ജപിച്ച് ശനീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങണം. ശനി ഇഷ്ടസ്ഥനായ എല്ലാം തരും. എല്ലാ ഗ്രഹങ്ങളിലും 9 ഗ്രഹങ്ങളിലും ശനിയെ മാത്രമാണ് ശനീശ്വരൻ എന്ന് വിളിച്ചത്. ശിവനെപ്പോലും ഭയപ്പെടുത്തിയ ആളാകുന്നു ശനി.
ഇവിടെ 4-ലെ വ്യാഴവും മാനസികമായിട്ട് അത്ര സുഖമുള്ള അവസ്ഥ സംജാതമാകില്ല. പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ താപം വരുമെന്നാണ്. ചതുർത്ഥേ ഗുരു തപ്തം അന്തർമനശ്ച, മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം വരും. പക്ഷേ ഇവിടെ കർമ്മമേഖല നല്ലതാണ്. 10ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും നന്നായി നിൽക്കുന്നുണ്ട്. സൂര്യനും ചൊവ്വയും ഒക്കെ ദണ്ഡനാഥോ കുജാർക്കോ, കയ്യിൽ വടിപിടിക്കും. 10ലെ ബുധൻ പല രീതിയിലും പോലീസ് ഓഫീസേഴ്സ്, പട്ടാളം, മജിസ്ട്രേറ്റ്, മുൻസിഫ്, കോടതിയിലും ആയിട്ട് ബന്ധപ്പെടുന്നവർ, വക്കീലന്മാർ, ഇവർക്കൊക്കെ തന്നെ വളരെയധികം ആനുകൂല്യങ്ങൾ വരുന്ന ഒരു സമയമാണ്. ദേ ക്യാൻ ഗെറ്റ് ഗുഡ് കേസസ് ആൻഡ് ദേ ക്യാൻ ഫ്ലറിഷ് ഫിനാൻഷ്യലി. ദേ വിൽ ബി ഏബിൾ ടു മാനേജ് ദ തിങ്സ്. പൂർവികമായ സ്വത്ത് ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ധനുരാശിക്കാർക്ക് പിതൃധനി, അച്ഛൻ്റെ ധനം കിട്ടുമെന്നൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4-ൽ ആദ്യത്തിൽ നിൽക്കുന്നത് പ്രയാതോംശുമാനസ്യ മേഷോരണസ്യ ശ്രമസിദ്ധിത്വ രാജതുല്യോ നരസ്യ. രാജാവിനെപ്പോലെ തൻ്റെ ശ്രമങ്ങൾക്കൊക്കെ പരിസമാപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ജനന്യാഹ യാതനാമാതനുതി, അമ്മയ്ക്ക് നല്ലതല്ല, അമ്മയ്ക്ക് രോഗാദി അരിഷ്ടകൾ ഉണ്ടാകും. ക്രമസംഭവേത് വല്ലഭേഹി വിപ്രയോഗ, വളരെ പ്രിയപ്പെട്ട ആളുകളിൽ നിന്നൊരു വിപ്രയോഗം, ഒരു മാറി നിൽക്കുന്നൊരവസ്ഥ വരാം. ചില സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുമാണ്. അത് സൂര്യൻ ശത്രുപതിയാണ്. കർമ്മസ്ഥാനത്ത് ശത്രുക്കൾ ഉണ്ടാകാം ധാരാളം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. 6ാം ഭാവാധിപനായ സൂര്യനും അഷ്ടമാധിപനായ ശുക്രൻ കൂടി ഒന്നി നിൽക്കുന്നു. ഇവിടെ രന്ത്രേശ ഷഷ്ടേശ ബന്ധമുണ്ട്. പല രീതിയിലെ ശാപങ്ങളൊക്കെ വരാം. സ്ത്രീ ശാപമാകാം, ജോലിയിൽ മറ്റുള്ളവർക്ക് തനിക്ക് ശപിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അതിനാൽ ഇവിടെ നിർബന്ധമായും ശത്രുമുട്ട് ചെയ്യണം, കർമ്മമുട്ട് ചെയ്യണം. അനാവശ്യമായ ഭോഗാസക്തി കാണിക്കാൻ പാടില്ല. 10ൽ ശുക്രൻ നിൽക്കുമ്പോൾ അങ്ങനെയൊരു ദോഷമുണ്ട്. ക്ഷയം ഭ്രമക്കിന്ത ആത്മീയേവ, തൻ്റെ ആത്മീയമായ ഭ്രമം കാരണം തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ധാരാളം കാശ് വരേണ്ട യോഗമുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡാൻസ് ബാറുമായി ബന്ധപ്പെടുന്ന കേസുകൾ, തർക്കങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിവാഹ ഡൈവേഴ്സ്, അതിലൊരു തനിക്ക് വലിയ മെച്ചങ്ങളൊക്കെ വരും. ഇവിടെ വലിയ വലിയ വക്കീലന്മാർക്ക് മധ്യസ്ഥ വരുമ്പോൾ കാശ് കിട്ടും. അതിനാൽ ഈ ഒരു വാരം വളരെ അനുകൂലമാണ്. മീനൻ രാശിക്കാർക്ക് ശാപതാപാദികളൊക്കെ മാറ്റണം. ഏതെങ്കിലും നല്ല തൃക്കൈക്കാട്ട് മഠം പോലുള്ള ശങ്കരാചാര്യ മഠങ്ങളിൽ ചെന്ന് എന്ത് ചെയ്യണം? ശാപതാപങ്ങളൊക്കെ മാറ്റുന്നതിന് പൂജ ചെയ്ത് സ്വാമിയാരുടെ അനുഗ്രഹം വാങ്ങുന്നതൊക്കെ വളരെ നല്ലതാണ്. ബിച്ച് നമസ്കാരം എന്നാണ് പറയുക, നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.